രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള സന്ദേശവുമായി പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനം കോഴിക്കോട് നടന്നു. ജനസാഗരം അലയടിച്ചെത്തിയ മഹാസമ്മേളനം അച്ചടക്കം കൊണ്ട് ശ്രദ്ധേയമായ കൂറ്റൻ റാലിയോടെയാണ് തുടങ്ങിയത്. നന്മയിലേക്കുള്ള പ്രയാണങ്ങൾ ഏറെ കടന്നുപോയ കോഴിക്കോടിന്റെ നഗരവീഥികളിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ പുതിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മഹാറാലി. ഉച്ചകഴിഞ്ഞ് 3:30 കോഴിക്കോട് അരയിടത്ത് പാലത്തിനടുത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ 1 ലക്ഷത്തിലേറെ പേർ അണിനിരന്നിരുന്നു. വനിതകളുടെ അഭൂതപൂർവമായ പങ്കാളിത്തമാണ് ഈ മഹാറാലിയെ വേറിട്ടതാക്കി മാറ്റിയത്. പല ചടങ്ങുകളിലും പേരിന് മാത്രം ഒതുങ്ങുന്ന സ്ത്രീ സാന്നിധ്യം ഈ മഹാറാലിയിൽ പുതിയൊരു അധ്യായം എഴുതുകയായിരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്കെത്തിയ സ്ത്രീ സഞ്ചയത്തിന്റെ അമ്പരപ്പിക്കുന്ന ബാഹുല്യത്തിനാണ് കോഴിക്കോട് സാക്ഷിയായത്. जवानी पे जमहूरियत की अदा है ना छोटा है कोई. ഫാസിസത്തിനും അധിനിവേശ രാഷ്ട്രീയത്തിനുമെതിരെ നടത്തിവരുന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല പരിപാടികളുടെ സമാപനമായിട്ടായിരുന്നു കോഴിക്കോട് മഹാസമ്മേളനം വിളിച്ചുകൂട്ടിയത്. അച്ചടക്കത്തോടെയുള്ള വാളണ്ടിയർ മാർച്ചും നിശ്ചല ദൃശ്യങ്ങളും കൊണ്ട് ദൃശ്യവിസ്മയം സൃഷ്ടിച്ച റാലി അതീവ കൃത്യതയോടെയാണ് മുന്നേറിയത്. സംഘടനയുടെ കെട്ടുറപ്പും അച്ചടക്കവും അക്കമിട്ട് നിരത്തിയ മഹാസമ്മേളനം ഒരു നേരിയ പിഴവ് പോലും ഇല്ലാതെയാണ് നഗരവീഥികൾ പിന്നിട്ട് കോഴിക്കോട് കടപ്പുറത്തേക്ക് നീങ്ങിയത്. ദേശീയ രാഷ്ട്രീയ സമ്മേളനത്തിനു ശേഷം കോഴിക്കോട് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വിപുലമായ പരിപാടിയായിരുന്നു ഇത്. അതുകൊണ്ടുതന്നെ സംഘടനാ സംവിധാനം പൂർണ്ണരൂപത്തിൽ കോഴിക്കോടേക്ക് കേന്ദ്രീകരിച്ചുള്ള കൃത്യമായ പ്രവർത്തന സജ്ജീകരണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. കോഴിക്കോട് ആസാദി നഗരിയിൽ നടന്ന സമാപന സമ്മേളനം സംഘടനാ ദേശീയ വൈസ് ചെയർമാൻ EM അബ്ദുൾ റഹ്മാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ സമീപകാലത്ത് രൂപപ്പെട്ട് കൊണ്ടിരിക്കുന്ന ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം മാറ്റിയെടുക്കുവാൻ വേണ്ടി വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തിലെ ജനങ്ങളെ, എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിക്കുകയാണ് ഈ ക്യാമ്പയിനിൻ്റെ ഉദ്ദേശം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാരെയും തുല്യനിലയിൽ കാണുകയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും തുല്യമായ വളർച്ചയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുകയുമാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ 30 മാസങ്ങൾക്ക് മുമ്പ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്കും മതനിരപേക്ഷ പാരമ്പര്യങ്ങൾക്കുമെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരു മാസക്കാലത്തെ പ്രചാരണത്തിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശം എത്തിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. ലഘുലേഖകൾ, പോസ്റ്ററുകൾ, പരസ്യപ്രചാരണ ബോർഡുകൾ, വാഹനജാഥകൾ, തെരുവ് നാടകങ്ങൾ തുടങ്ങിയ
വൈവിധ്യമാർന്ന പരിപാടികൾ, ജനസമ്പർക്ക സദസ്സുകൾ, ഗൃഹസമ്പർക്ക പരിപാടികൾ, ടേബിൾ ടോക്കുകൾ, ഇങ്ങനെ നിരവധി പരിപാടികളിലൂടെ പോപ്പുലർ ഫ്രണ്ട് നിർത്തു വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗപ്പെടുത്തി. മഹത്തായ മാനവികതയുടെ മായാത്ത അടയാളങ്ങൾ ഇവിടെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്ലോട്ടുകളായിരുന്നു റാലിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. പോരാട്ടത്തിൻ വീതിയിലിശലിൻ ചാരുത തീർത്തവരേ, പ്രപഞ്ചനാഥനിൽ അഖിലം അർപ്പിച്ചത്ഭുത പ്രതിഭകളേ, പിറന്ന നാടിൻ മാനം കാക്കാനുറച്ച ധീരരേ, പറന്നുയർന്ന് ഉയർന്നു പോകും ശുഹദാ പറവകളേ, പോരാട്ടത്തിൻ വീതിയിലിശലിൻ ചാരുത തീർത്തവരേ, പ്രപഞ്ചനാഥനിൽ അഖിലം അർപ്പിച്ചത്ഭുത പ്രതിഭകളേ, പിറന്ന നാടിൻ മാനം കാക്കാനുറച്ച ധീരരേ, പറന്നുയർന്ന് ഉയർന്നു പോകും ശുഹദാ പറവകളേ. സലാം സലാം സലാം, ഒരായിരം സലാം, സലാം സലാം സലാം, ഒരായിരം സലാം. ഫാഷിസത്തിൻ്റെ മുഖ്യ ഇരകൾ എന്ന സ്ത്രീകൾ തന്നെയാണ്. കാരണം അവർ അബലകളാണ്. അവർ അത് പലപ്പോഴും ഒന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗർഭിണിയുടെ വയറ് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിലേറ്റ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആനന്ദം കൊള്ളുന്ന മൃഗീയതയാണ് ഫാഷിസം. സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ക്രൂരത, പശുവിൻ്റെ കയറ് പിടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന മൃഗീയത, ഇത് ഫാഷിസത്തിൻ്റെ ഇരകൾ എന്നും സ്ത്രീകളാണ്. മുഖ്യ ഇരകൾ സ്ത്രീകൾ തന്നെയാണ്. ഗുജറാത്ത് വംശഹത്യയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവും MP-യുമായ ഇസ്ഹാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി, പൗരാവകാശ പ്രവർത്തകനായ ആനന്ദ് തെൽദുദെ, കന്നഡ എഴുത്തുകാരൻ യോഗേഷ്, SDPI ദേശീയ പ്രസിഡന്റ് സയ്യിദ്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ മുഫ്തി സെയ്ദ് ബാഗിർ അർഷാദ്, പോപ്പുലർ ഫ്രണ്ട് പ്രഥമ ചെയർമാൻ E. അബൂബക്കർ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഇസ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് C. അബ്ദുൽ ഹമീദ്, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ, സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തകരായ A. വാസു, രൂപേഷ് കുമാർ എന്നിവർ മഹാറാലിയെ അഭിസംബോധന ചെയ്തു. ഈ രാജ്യത്തെ ഒരു ജനതയെ അപരന്മാരാക്കി ഒറ്റപ്പെടുത്താനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ച ആ പശുരാഷ്ട്രീയം, അവർ സൃഷ്ടിച്ച വിശുദ്ധ പശു ഇന്ന് അവരെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലും ഇതുവരെ വർഗീയതയ്ക്ക് അത്ര വളക്കൂറില്ലാത്ത കേരളത്തിൽ ഈ വർഷം അവരെല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുകയും ഇവിടെ രാഷ്ട്രീയമായി BJPക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വലിയ വായാടിത്തങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തെങ്കിലും എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ BJPക്ക് ഉണ്ടായിട്ടും കേവലം ഒരംഗത്തെ മാത്രം വിജയിപ്പിക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. കോൺഗ്രസ് തകർന്നു. അതേപോലെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും പിന്നാക്ക വിഭാഗമായ ഈഴവ സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികൾ എന്ന പേരുള്ളവരൊക്കെ ഇവരുടെ കീഴിലായി. അതേപോലെ തന്നെ സംഘപരിവാർ അതിൻ്റെ അടിമുടി BJPയെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ഒരു കാര്യമായ വിജയം കാണാൻ BJPക്ക് ഇവിടെ സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ പറയുകയാണ്, നിർത്തൂ നിങ്ങൾ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം. പാർട്ടിയുടെ കൂറ് ഹിന്ദുത്വ ആശയത്തോടാകാമെങ്കിലും നിങ്ങളുടെ കൂറ്, സർക്കാരിൻ്റെ കൂറ്, പ്രധാനമന്ത്രിയുടെ കൂറ് ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ ഭരണമേറ്റ സർക്കാരിൻ്റെ പ്രതിബദ്ധത ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോടും നിയമ വ്യവസ്ഥയോടുകൂടിയാണ്. ഈ രാഷ്ട്രമാകട്ടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. എല്ലാവർക്കും നീതിയും സ്വാതന്ത്ര്യം നൽകാൻ പ്രതിജ്ഞാബദ്ധമായി ആണ് ഈ രാജ്യത്ത് ഏതൊരു ഗവൺമെൻറ്റും ഭരിക്കേണ്ടത്.
അതുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനിലയിൽ നീതിയും സ്വാതന്ത്ര്യവും നൽകാൻ നിങ്ങൾക്കാവില്ലെങ്കിൽ നിങ്ങൾ അധികാര കസേരകളിൽ നിന്ന് ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് ഈ രാജ്യത്തിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ ജനലക്ഷങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള വർഗീയ ഫാഷിസത്തിനെതിരായ പ്രചാരണവും ജനകീയ പ്രതിരോധവും കൂടുതൽ ശക്തമായി നിർവഹിക്കുവാൻ യഥാർത്ഥത്തിൽ മതേതര മുദ്രയണിഞ്ഞ BJPക്ക് ബദലാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയേണ്ടതായിരുന്നു. പക്ഷേ കഴിയുന്നതായി കാണുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കനത്ത പരാജയത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ മുസ്ലിങ്ങളുടെ മുൻകൈയിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഈ രാജ്യത്തിലെ ദളിതരെയും അധസ്ഥിതരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങളാലാകുന്ന വിധം ഞങ്ങളുടെ പക്കൽ വിഭവങ്ങൾ കുറവാണെങ്കിലും ഞങ്ങളുടെ പക്കൽ അധികാരത്തിൻ്റെ പിൻബലമില്ലെങ്കിലും ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന ആത്മാർത്ഥതയുള്ള ആർജവമുള്ള പരസഹസ്രം വരുന്ന ജനങ്ങളെ മാത്രം കൈമുതലാക്കി ഞങ്ങൾ ചില ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതാ ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറയുകയാണ് ഇത് കൂടുതൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന്. ഫാഷിസത്തിനെതിരെ ചെറുക്കാൻ അതിന് ഇരകൾ മുന്നോട്ട് വരുമ്പോൾ അത് ഫാഷിസത്തെ വളർത്തുമെന്ന് പറയുന്നത് ഏത് രീതിശാസ്ത്രമാണ്, ഏത് ന്യായവാദമാണ് എന്ന് നിങ്ങൾ ദയവായി പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. गुजरात से यहाँ पर आई हूँ, सूरत से आप लोगों से मुलाकात करने के लिए और थोड़ा आप लोगों के साथ में अपना गम बटाने के लिए आई हूँ मैं आप लोगों के पास। तो जो 2002 में मेरे साथ में हुआ है वो शायद आप लोगों ने भी पढ़ा ही होगा और देखा ही होगा टीवी के ऊपर। इस तरह में बहुत गमज़दा थी। नरेंद्र मोदी ने इतने सब रसन वहाँ पर रजाएँ कब से उसका चल रहा था, 3 दिन की उसने बंद का ऐलान करने के बाद इतने लोगों को 3-3 हज़ार के टोलों को मेरे घर पे भेज के मेरे घर को जला दिया, मेरे शोहर को मार दिया और सोसाइटी में जितने लोग थे उनको भी सब उसने ख़त्म करवा दिया। ഞാൻ നന്ദിയുടെ ഹൃദയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തികൾ എല്ലാവരും കൂടി പാവം PC ജോർജിനെ അങ്ങോട്ട് ശരിപ്പെടുത്തിക്കളയാമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന SDP-യുടെ നേതാക്കന്മാരാണ് എളിയവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നെ സഹായിക്കുന്നവരെ പറ്റി പരസ്യമായി പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ 3 മുന്നണികളും ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ആദ്യം വന്ന നിങ്ങളോട് നന്ദിയില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അതിർത്തി ഗാന്ധിയും അതുപോലെ തന്നെ അബ്ദുൽ കലാം ആസാദും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വിസ്മരിച്ചു കൊണ്ടുപോകാൻ ഇവിടുത്തെ ഒരു സംഘപരിവാറിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക, ശരിയോടൊപ്പം നിന്ന് മുന്നോട്ട് പോവുക. നമുക്ക് നമ്മുടെ ദേശം பாசிசத்தால் பாதிக்கப்பட்டவர்கள் ஒடுக்கப்பட்ட மக்கள் என்ற ரீதியில் அநீதி எங்கு நடந்தாலும் அதற்கு எதிராக ஆர்ப்பரித்து எழக்கூடிய ஒரு மனோபாவம் விசாலன சிந்தனையும் இந்த இந்திய ஜனங்களுக்கு வந்தால்தான் நமக்கு வாழ்வு என்பதை நாம் புரிந்து கொள்ள வேண்டும். गिरवी में पड़ा हुआ था उस वक्त ये नहीं देखा गया कि लड़ने वाला दलित है या मुसलमान है, लड़ने वाला कौन है, लेकिन उस वक्त ये देखा गया कि आज चाहिए कि हमें हिंदुस्तान को आज़ाद कराने के लिए जिस तरह से जद्दोजहद की थी आज उसी तरह से हमें मिलकर आगे बढ़ने की जरूरत है. ഇവിടെ ഈ കോഴിക്കോടിൻ്റെ തീരത്ത് നാം വീണ്ടും സംഗമിച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെ ഇരമ്പവും ക്ഷോഭത്തിൻ്റെ കടലുമായിട്ടാണ് നമ്മളിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇത് ഈ സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചതാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയുള്ളതോ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതോ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഹൃദയത്തിൽ തിളക്കുന്ന അവരുടെ പ്രതിഷേധത്തിൻ്റെ ഉലയുമായി അല്ലെങ്കിൽ നെരിപ്പോടുമായി ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുള്ളവരാണ്, ഈ സംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ളവരാണ്.
These kinds of things, all amounting to destruction of our country, built with the blood and flesh of our martyrs, is happening before our eyes. I would not take much of your time. I only am encouraged. I am very pleased to see such a kind of numbers here, and seeing those things, nobody would actually be discouraged that these people can succeed in their path. ലോകത്തെ മുഴുവനും രക്തപ്പുഴയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ നമ്മളുടെ ഈ രാജ്യത്തെ അവരുടെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുവാൻ വേണ്ടി അവർ കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. Many people asked me, why are you taking part with this? It is Bahujan Rally. And this Bahujan Rally is not demanding an Islamic nation, but they are for secular and equality. They are demanding for equality and secularism. With this reason, I am always with PFI. ലോകേ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അരുളിയതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണൂ. ലോക സാമ്രാജ്യത്വം വാസ്തവത്തിൽ എല്ലാവർക്കും ചാർത്തി കൊടുക്കുന്നത് തീവ്രവാദവും ഭീകരവാദവുമാണ്. ഞാനും ഒരു ഭീകരവാദിയായിട്ട് ഏറെക്കുറെ 50 വർഷത്തോളമായി. ഇന്ത്യയിലെ അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ജാതി അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ബേസിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഈ നിമിഷം പോലും ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈസ് ചാൻസലർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുതിയ യുവത്വങ്ങൾ അതിൽ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു യുവത്വത്തിന്റെ മറ്റൊരു രൂപമാണ് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു ജനസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകൾ. സമ്മേളനത്തിന് ശേഷം ഒരു കപ്പൽ വിജയഗാഥ എന്ന നാടകവും അരങ്ങേറി. പശുക്കളായി മാറി കരയുമ്പോൾ പശുശബ്ദത്തിലേക്ക് കരയാവൂ എന്നാണ് അവിടുത്തെ നിയമം. താങ്കൾ എന്താണ് പറയുന്നത്? അതെ, പശുവാണ് ഈ വിചിത്ര നാടിന്റെ ദേശീയ മൃഗം. പശുക്കളുടെ ആട്ടും ചവിട്ടുമേറ്റ് കടുവകൾ കാടുകയറി. കുറെ കടുവകൾ അവർ തൂക്കിലേറ്റി. അവരുടെ കോടതികൾ മൃഗശാലകളായി. കടുവകളെ ചങ്ങലക്കിട്ട് പൂട്ടി പ്രദർശിപ്പിക്കുന്ന മൃഗശാലകൾ. ചത്ത പശുക്കളുടെ ചീഞ്ഞറിഞ്ഞ തൊലിയും മാംസവും രാജ്യത്തിന്റെ തിരുനെറ്റിയിലെ തിലകമായിരിക്കുന്നു. ഫാസിസം എന്നത് വെറുപ്പിന്റെ തത്വശാസ്ത്രവും മാനവികതയുടെ ശത്രുവുമാണ്. കലർപ്പില്ലാത്ത സ്നേഹത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും മാത്രമേ ഫാസിസത്തെ നമുക്ക് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ.